നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരും മാഡത്തിനെ കുറ്റം പറയണ്ട. ഇത് എന്റെ വീഴ്ചയാ. കുട്ടി ഇവിടെ സ്കൂൾ പരിസരത്ത് തന്നെ ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. കുട്ടിയെ കിട്ടും. നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ മുഴുവൻ തിരയാം. നിങ്ങൾ വാ. ഞാൻ അപേക്ഷിക്കാം, നിങ്ങളൊന്ന് ക്ഷമ കാണിക്ക്. നമുക്ക് അന്വേഷിക്കാം. കുട്ടി ഇവിടെ തന്നെ ഉണ്ടാവും. വാ, നമുക്ക് എല്ലാവർക്കും കൂടി തരാം. ഇന്ന് രാധിക ടീച്ചർക്ക് പകരം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഞാനാ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നും ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കഥയാ. നിങ്ങൾ ആരെങ്കിലും VK എന്ന് കേട്ടിട്ടുണ്ടോ? നാരായണൻകുട്ടി നായർ അഥവാ VKN. അദ്ദേഹം രചിച്ച പ്രാതൽ എന്ന ചെറുകഥ ഇപ്പൊ നമുക്ക് പഠിക്കാം. എല്ലാവരും അവരവരുടെ പാഠപുസ്തകം തുറന്ന് പ്രാതൽ എന്ന ആ പാഠഭാഗം എടുത്തേ. എല്ലാവരും പാഠഭാഗം എടുത്തല്ലോ അല്ലേ? അപ്പൊ ഇനി ഞാൻ വായിക്കാം. സമൃദ്ധിയുടെ കാലമായിരുന്നു. അമ്മേ. മോളെ, നീ ഇപ്പൊ ഇവിടെ വീട്ടിലാ? ഇല്ലമ്മേ, ഞാനിപ്പോ സ്കൂളിലാണല്ലോ. ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കുക. ആണോ ടീച്ചർ? എന്താ? മോളെ, പിന്നെ LICയുടെ പ്രീമിയം അടയ്ക്കാനുണ്ട്. ഞാൻ ക്യാഷ് അയച്ചിട്ടുണ്ട്. നീ അതൊന്ന് കൊടുത്തേക്ക്. ശരി, ഞാൻ അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് അതുപോലെ ചെയ്യാം. മോളെ, ആ പോസ്റ്റ് ഓഫീസിലെ പൈസയും കൂടെ അടച്ചേക്കണേ. കതക് തുറക്ക്, കതക് തുറക്ക്. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നാളെ കാണാം. സൂക്ഷിച്ചേ. കതക് തുറക്ക്. ചേട്ടാ, ക്ലാസ് കഴിഞ്ഞു, പൊട്ടിക്കോ. ശരി ടീച്ചറെ. ചേട്ടാ, പിള്ളേരെല്ലാരും പോയല്ലോ. നമ്മുടെ മോളെ മാത്രം കാണുന്നില്ലല്ലോ. അതാ ഞാനും നോക്കുന്നത്. അവൾ എവിടെ പോയി? എന്ത് പറ്റി? ഞങ്ങളുടെ മോളെ കാണുന്നില്ല. ആണോ? നമുക്ക് അകത്ത് കയറി നോക്കാം. വാ. വാ. ഇല്ല, ക്ലാസ് മുറി പൂട്ടാൻ നേരത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോ എന്റെ മോളെ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ പോയി പോലീസിനെ വിളിച്ചോണ്ട് വരും. ഇതാണോ ഒരു ടീച്ചറിന്റെ സ്കൂളിന്റെ ഉത്തരവാദിത്തം? ഇവിടുത്തെ ടീച്ചർമാരെ വിശ്വസിച്ചാ കുട്ടികളെ പഠിക്കാൻ അയക്കുന്നേ. ഇതാണ് ഇവിടെ നടക്കുന്നെങ്കിൽ കുട്ടികളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് അയക്കും? ഇവർക്ക് സ്കൂളിനെതിരെ പോലീസിൽ പരാതി കൊടുക്കണം. എന്റെ മോളെ എനിക്കിപ്പോ കിട്ടണം. ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കും. സർ, നിങ്ങൾ വരൂ.
നമുക്ക് ബാത്റൂമിന്റെ അവിടെയും കൂടി ഒന്ന് നോക്കാം. പ്ലീസ് ഒന്ന് വരൂ. മിണ്ടായിരിക്കെ. നിങ്ങളല്ലേ പറഞ്ഞ കൊച്ചു ഇതിനകത്തുണ്ടെന്ന്? എന്നിട്ട് എന്റെ കൊച്ചെവിടെ? നിങ്ങളല്ലേ പറഞ്ഞ കൊച്ചിവിടെ ഉണ്ടെന്ന്? ഇനി ഞാൻ ആരോടാ പോയി ചോദിക്കണ്ടേ? എന്റെ കൊച്ചെവിടെ? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമല്ലേ? എവിടെ എന്റെ കുഞ്ഞെവിടെ? കുട്ടി എവിടെയാണ് കുറെ പറഞ്ഞത്? സമയമായി. വേഗം പറയ്, കുട്ടി എവിടെ പോയി? എന്തായി? കുട്ടിയെ കിട്ടിയില്ലേ? എന്റെ മോളെ കാണാനില്ല. ബാത്റൂമിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇവിടെ നോക്കിയപ്പോ ഇവിടെയില്ല. ഇനി ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ എവിടെ പോയി തിരയണം? നിങ്ങളല്ലേ ഈ സ്കൂളിന്റെ അധികാരി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചതാ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടത്തില്ല. ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വരട്ടെ, അവര് തീരുമാനിക്കട്ടെ കാര്യങ്ങള്. ആരും മാഡത്തിനെ കുറ്റം പറയണ്ട. ഇത് എന്റെ വീഴ്ചയാ. കുട്ടി ഇവിടെ സ്കൂൾ പരിസരത്ത് തന്നെ ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. കുട്ടിയെ കിട്ടും. നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ മുഴുവൻ തിരയാം. നിങ്ങൾ വാ. ഞാൻ അപേക്ഷിക്കാം, നിങ്ങളൊന്ന് ക്ഷമ കാണിക്ക്. നമുക്ക് അന്വേഷിക്കാം. കുട്ടി ഇവിടെ തന്നെ ഉണ്ടാവും. വാ, നമുക്ക് എല്ലാവർക്കും കൂടി തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.